പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട് സ്വർഗ്ഗതുല്യമാവണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ പല കുടുംബത്തിലും പല പ്രശ്നങ്ങളാണ്, കുടുംബ പ്രശ്നങ്ങൾ. അതല്ലാതെ ചില ആളുകൾക്ക് വീട്ടിലേക്ക് കിടക്കുമ്പോൾ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, കുട്ടികൾക്ക് തന്നെ മാറി മാറി അസുഖങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പല പ്രയാസങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാറുണ്ട്. ഒരു പ്രവാസിയായ സഹോദരൻ അദ്ദേഹം എന്നോട് പറഞ്ഞ വളരെ ദുഃഖത്തിൻ്റെ ഒരു കഥയുണ്ട്. അത് ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം അതുപോലെ പല ദുഃഖവും നമ്മുടെ വീട്ടിൽ പലരും അനുഭവിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ആ ഒരു പ്രയാസത്തിലൂടെ കടന്നുപോയി. ആ പ്രയാസം അദ്ദേഹത്തിൽ നിന്നും ഒഴിഞ്ഞു പോയത്, അല്ലെ ആ പ്രയാസം മാറിയത് അദ്ദേഹം ഈ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ഏതാണ് അദ്ദേഹത്തിന്റെ പ്രയാസം മാറാൻ അദ്ദേഹം പറഞ്ഞ വാക്ക് ഏതാണ്, അദ്ദേഹം ചെയ്ത മാർഗം എന്താണ്? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂട്ടത്തിൽ 5 തരം വീടുകളിൽ പിശാച് എപ്പോഴും ഉണ്ടാകും. 5 കാര്യങ്ങൾ ചെയ്താൽ പിശാചിനെ വീട്ടിൽ നിന്നും നമുക്ക് ഓടിക്കാം. മോശപ്പെട്ട ജിന്നുകൾ വീട്ടിലുണ്ടോ പ്രശ്നമാകും, നല്ല ജിന്നുകളുണ്ടോ വീട്ടിൽ സന്തോഷമുണ്ടാകും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖൈറിന്റെ സന്തോഷത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ബറക്കത്തും സലാമത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആരൊക്കെ എന്തൊക്കെ രോഗങ്ങളായി പ്രതിസന്ധികളായി കഴിയുന്നു എല്ലാവർക്കും അള്ളാഹു താല ബറക്കത്തും സലാമത്തും സന്തോഷവും നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു പ്രവാസിയായ സഹോദരൻ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വല്ലാത്ത വിഷമത്തിൻ്റെ കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ആളാണ്. അതിലേറ്റവും വലിയ പ്രതിസന്ധി അദ്ദേഹം ഇപ്പോഴും പറയുന്നത്, അദ്ദേഹം ഏകദേശം 10 വർഷത്തോളം പ്രവാസ ലോകത്ത് ആയിരുന്നു. പല നാടുകളിലൊക്കെ കറങ്ങി പല ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഭയങ്കര പ്രയാസത്തിലായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു വീട് വെക്കണം. ഇപ്പോൾ വാടക വീട്ടിലാണ് കഴിയുന്നത്. 3 മക്കളുണ്ട്. അപ്പോൾ ഉമ്മ അതുപോലെ തന്നെ ഭാര്യ ഒക്കെ അടങ്ങുന്ന കുടുംബമാണ്. അവർ വാടകക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു വീട് വെക്കണം. അങ്ങനെ അദ്ദേഹം ഗൾഫിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് പൈസയൊക്കെ സ്വരൂപിച്ച് നാട്ടിലൊരു വീട് വെച്ചു. ഒരു സ്ഥലം വാങ്ങിച്ചു. അതിലൊരു 5 സെൻറ്റ് സ്ഥലം, അതിലൊരു നല്ലൊരു വീടൊക്കെ വെച്ചു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ആ വീടൊക്കെ നിർമ്മിച്ചത്. അങ്ങനെ വീടൊക്കെ വെച്ചു. അങ്ങനെ പെരതാമസമൊക്കെ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം ലീവിന് നാട്ടിൽ വന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. കാരണം ആ വീടും പിന്നെ അതുപോലെ തന്നെ ഉമ്മായും അതുപോലെ തന്നെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ് ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിട്ട് കഴിഞ്ഞു കൂടാനൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ പുതിയ വീട്ടിൽ അദ്ദേഹം താമസം തുടങ്ങി. ഒരു 2 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് പല അസ്വസ്ഥതകളും തുടങ്ങി. അതായത് അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ ഈ ആരോ വീട്ടിലേക്ക് കല്ലെറിയുന്നത് പോലെ, ചില്ലിലേക്ക് കല്ലെറിയുന്നു. അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ചങ്ങല വലിച്ചു കൊണ്ടുപോകുന്ന ചില ശബ്ദങ്ങൾ. അതുപോലെ വീട്ടിലേക്ക് കിടക്കുമ്പോൾ, ഈ പുതിയ വീട്ടിലേക്ക് അദ്ദേഹം പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അസ്വസ്ഥത, ഒരു തളർച്ച പോലെ, ഒരു തലകറക്കം പോലെ. അതുപോലെ തന്നെ വീട്ടിലുള്ള കുട്ടികൾക്ക് തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ മാറി മാറി വരുന്നു. അങ്ങനെ പല പ്രയാസങ്ങളും ഇദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ പല ഉസ്താദുമാരെയൊക്കെ കണ്ടു, വീടൊക്കെ വന്ന് നോക്കി. അപ്പോൾ പലരും പറഞ്ഞു വീടിനൊന്നും കുഴപ്പമില്ല, വീടിനൊന്നും ഒരു പ്രയാസവുമില്ല. പക്ഷേ ഇദ്ദേഹത്തോട് ഒരു ഉസ്താദ് പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? അങ്ങനെ വീടിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇത് ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണല്ലോ ആര്? മനുഷ്യന്മാർ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ആര്? മലക്കുകൾ. അതുപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ആര്? പിശാചുക്കൾ. പിശാച് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഈ പിശാചിൽപ്പെട്ട ആളുകളാണ് ജിന്നുകൾ. ആ ജിന്നുകളിൽ നല്ല ജിന്നുകളുണ്ട്, മോശപ്പെട്ട ജിന്നുകളുണ്ട്. ഇപ്പോൾ മനുഷ്യന്മാരിൽ തന്നെ എടുത്ത മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി, ആ സൃഷ്ടികളിൽ നല്ല ആളുകളുമുണ്ട്, മോശപ്പെട്ടവരുമുണ്ട്. എന്നതുപോലെ ജിന്നുകളിൽ നല്ല ജിന്നുകളുമുണ്ട്, മോശപ്പെട്ട ജിന്നുകളുമുണ്ട്. ഈ നല്ല ജിന്നുകൾ നമുക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. നമ്മുടെ വീട്ടിലുണ്ടാകും, നമ്മുടെ കൂടെ കഴിയും. നമുക്ക് നന്മ ഉണ്ടാവാൻ ആഗ്രഹിക്കുകയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ് നല്ല ജിന്നുകൾ. എന്നാൽ ഈ ജിന്നുകളിൽ ഭൂരിഭാഗം ആളുകളും മോശപ്പെട്ട ആളുകളാണ്. ഈ ജിന്നുകളിൽ മോശപ്പെട്ട ആളുകൾക്ക് പറയുന്ന പേരാണ് പിശാച്, ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ. ഈ ഇബ്ലീസ് ആരാണ്? ജിന്നുകളിൽപ്പെട്ടവനാണ്. ജിന്നുകൾ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തീ കൊണ്ടാണ്. അപ്പോൾ ഈ ഇബ്ലീസ്
അവൻ്റെ മക്കൾ, ഒരുപാട് ഇബ്ലീസിന് മക്കളുണ്ട്. എത്രത്തോളം നമുക്ക് കിതാബുകളിൽ കാണാം, ഇബ്ലീസ് തൻ്റെ തുടകൾ തമ്മിൽ ഒരസുമ്പോൾ മക്കൾ ഉണ്ടാകുമെന്നാണ്. അങ്ങനെയാ, പല പല അഭിപ്രായങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇബ്ലീസിന്റെ തുടകൾ തമ്മിൽ ഒരസുമ്പോൾ തന്നെ കുട്ടികൾ ഉണ്ടാകുമെന്നാണ്. മാത്രമല്ല ഇബ്ലീസ് അവൻ്റെ ഭാര്യയുമായിട്ട് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവർക്കുണ്ടാകുന്ന കുട്ടികൾ എത്രയാ, 1000-ലധികം കുട്ടികൾ ഉണ്ടാകുമെന്നാണ്. അപ്പം അത്രമാത്രം ഇബ്ലീസ്, അത്രമാത്രം പിശാചുക്കൾ ലോകത്ത് വ്യാപിക്കുമെന്നാണ്. അള്ളാഹു അതിനുള്ള അവസരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള അവസരം അള്ളാഹു തആല അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു വന്ന നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പൈശാചികമായ ചില ഉപദ്രവങ്ങളാണ് ഈ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം അത് മാറാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആ ഉസ്താദ് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അതിൽപ്പെട്ട ഒന്നാണ് അസ്മാ ഉൽ ബദർ അത് ചൊല്ലണമെന്നാണ്. ബദരീങ്ങളുടെ പേര് നമ്മൾ ഈ ബദർ മൗലൂദിൽ ചൊല്ലുന്ന ബദർ മൗലൂദ് എന്ന് പറഞ്ഞാൽ തന്നെ, മൗലിദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ബദരീങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ മഹത്വങ്ങളും ഒക്കെ വിശദീകരിക്കുന്ന മൗലിദാണല്ലോ ബദർ മൗലൂദ്. ഈ ബദർ മൗലിദിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. ബദർ മൗലിദിന്റെ രചയിതാവ് ആരാണ്? അന്ന് നമ്മൾ 17-ാം രാവിന്റെ സമയത്ത് ഒരു വീഡിയോ പറഞ്ഞിരുന്നു. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ ബദർ മൗലിദ് എഴുതിയത് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. പൊന്നാനിയിലാണ് അദ്ദേഹത്തിന്റെ ഖബറുള്ളത്. അദ്ദേഹം എൻ്റെ നാട്ടിൽ, എൻ്റെ മഹല്ലാകുന്ന വടുതല കാട്ടുപുറം പള്ളി, ആ കാട്ടുപുറം പള്ളി അവിടെ ഇരുന്നിട്ടാണ്, ഏകദേശം 400ഓളം വർഷം പഴക്കമുള്ള പള്ളിയാണ്. അവിടെ ഇരുന്നിട്ടാണ് മഹാനവറുകൾ ഈ ബദർ മൗലൂദ് രചിക്കുന്നത്. അപ്പോൾ ഈ ബദർ മൗലൂദിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ചരിത്രമുണ്ട്. ഒരു മനുഷ്യൻ, ഒരു സമ്പന്നനായ മനുഷ്യനാണ്. അയാൾ ഹജ്ജിന് പോകും. അയാളുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്. അപ്പോൾ ഈ സമ്പത്തൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഹജ്ജിന് പോകുന്നത്. അങ്ങനെ ഹജ്ജിന് പോയി തിരിച്ചു വന്ന സമയത്ത് ആ നാട്ടിലുള്ള ഒരു വലിയ കൊള്ളക്കാരൻ ഇദ്ദേഹത്തെ കാണാൻ ചെന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോയതാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോയതാണ്. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ആരാ ഉള്ളത്? എൻ്റെ വീട്ടിൽ ആരുമില്ല, ഞാൻ തനിച്ചാണ് താമസിക്കുക, എൻ്റെ വീട്ടിൽ ആരുമില്ല. അല്ല, ആരോ ഉണ്ട്. കാരണം നിങ്ങളുടെ വീട്ടിൽ സമ്പത്തുണ്ട് എന്നും ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഹജ്ജിന് പോയപ്പോൾ ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ കൊള്ള ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ വീട്ടിൽ നിന്നും മോഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾ പലപ്പോഴും കയറാൻ ശ്രമിച്ചു. പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നും വാളുകൾ തമ്മിൽ ഉരസുന്ന, മുട്ടുന്ന ആ ഒരു ശബ്ദം കേട്ട് ഞങ്ങൾ പേടിച്ച് ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ ആരോ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ആരുമില്ല, ആരോ ഉണ്ട്, നിങ്ങൾ കാണിച്ചതാ. അങ്ങനെ ഈ കൊള്ളക്കാരോടൊപ്പം തന്നെ ഇദ്ദേഹം വാതിൽ തുറന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആരെയും കാണുന്നില്ല. അദ്ദേഹത്തിന് കുറച്ച് സമ്പത്തൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ആ സമയത്ത് കൊള്ളത്തലവൻ ചോദിച്ചു എന്നാണ്, നിങ്ങളുടെ വീട്ടിൽ ഒരു അത്ഭുതമുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു അത്ഭുതവുമില്ല, ഞാൻ ഒരു കാര്യം ചെയ്തിട്ടാണ് ഹജ്ജിന് പോയത്. എന്താണെന്നറിയോ? അദ്ദേഹം കാണിച്ചു കൊടുത്തു. അസ്മാ ഉൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 313 സ്വഹാബിമാരുടെ പേരുകൾ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ഇവരുടെ ബറക്കത്താണ്, ഇവരുടെ കാവലാണ് അള്ളാഹു എനിക്ക് തന്നത്. എങ്ങനെ? ഇവരുടെ ബറക്കത്താണ് എനിക്ക് അള്ളാഹു തന്നത്. ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ, അസ്മാ ഉൽ ബദർ, നിനക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരിൽ ഇഷ്ടപ്പെട്ട ബദരീങ്ങളുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹുവേ പടച്ചോനെ, നിന്റെ കാവലുണ്ടാവണം എന്ന് അള്ളാഹുവിൽ തവക്കുലാക്കി ബദരീങ്ങളുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടാണ് പോയത്. അതാണ് നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ കയറാൻ പറ്റാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, നമ്മുടെ വീട്ടിൽ അസ്മാ ഉൽ ബദരീങ്ങളുടെ പേര് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേര് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് നമ്മൾ എഴുതി വെച്ചിട്ട് അത് സൂക്ഷിച്ചു വെച്ചാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് കൊള്ളക്കാരിൽ നിന്നോ കള്ളന്മാരിൽ നിന്നോ അതുപോലെ തന്നെ പിശാചുക്കളിൽ നിന്നും മോശപ്പെട്ട ജിന്നുകളിൽ നിന്നും കണ്ണേറുകളിൽ നിന്നും സിഹറിൽ നിന്നും അള്ളാഹു താല കാവൽ തരുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഇപ്പോൾ എഴുതിയ ഈ ഫ്രെയിം ചെയ്തതൊക്കെ കിട്ടും. അതിനേക്കാളൊക്കെ നല്ല നമ്മുടെ കൈകൊണ്ട് എഴുതലാണ്. ഇനി എഴുതാൻ പറ്റിയില്ലെങ്കിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, ഇതൊന്ന് ഓതാൻ, പാരായണം ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ ഓതണമെന്നില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ടാകാം, അവരെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അവരെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ. ഇത് കൂടിപ്പോയി ഒരു 5 മിനിറ്റ് പോലും വേണ്ട. ആ ബദരീങ്ങളുടെ പേരിങ്ങനെ ഓതുക. ഓതിയിട്ട് അല്ലാഹു, അതിൻ്റെ ശേഷം ഒരു ദുആയുണ്ട്.
ഈ ദുആയും കൂടി പറഞ്ഞാൽ അത് വലിയൊരു കാവലാണ്. ഞാൻ പറഞ്ഞു വന്നത് പൈശാചികമായ ഉപദ്രവം ഏത് വീട്ടിലാവട്ടെ അതിൽ നിന്നൊക്കെ കാവൽ കിട്ടാൻ അസ്മാ ഉൽ ബദർ, ബദരീങ്ങളുടെ പേര് നമ്മൾ പാരായണം ചെയ്താൽ അത് വളരെ എഫക്റ്റീവാണ്. ഇത് അദ്ദേഹം പാരായണം ചെയ്യാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് അതുപോലുള്ള പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ പൈശാചികമായ ഉപദ്രവം ഉണ്ടാകും. എങ്ങനെ? നിസ്കാരം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. നിസ്കാരം ശ്രദ്ധിക്കാത്ത വീടാണോ, ലഹരി ഉപയോഗിക്കുന്ന വീടാണോ, അതുപോലെ മറ്റുള്ളവരോട് എപ്പോഴും പിണക്കത്തിൽ കഴിയുന്ന ആളുകളുള്ള വീടാണോ, അതുപോലെ തന്നെ നമ്മുടെ ഷോക്കേസിലൊക്കെ ഇപ്പോൾ വലിയ ട്രെൻഡായി മാറിയിരിക്കുന്നു അല്ലെ. ഓരോ വീട്ടിലും ഓരോരോ ട്രെൻഡാണല്ലോ. ഷോക്കേസ് പണിയും, അതിൽ നിന്നിങ്ങനെ പട്ടി, പൂച്ച, കഴുത, അതുപോലെ തന്നെ നായ, അതിൻ്റെയൊക്കെ ചെറിയ പക്ഷികൾ, അതിൻ്റെയൊക്കെ രൂപം തന്നെ, അതിൻ്റെ ചെറിയ ഡമ്മി ചെറുത്, അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. ചില വീട്ടിൽ ചെന്നാൽ കാറ്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാറ് വെച്ചിട്ടുണ്ടാകും. അത് കുഴപ്പമില്ല. പക്ഷേ ഈ പക്ഷികളുടെ, മൃഗങ്ങളുടെ രൂപങ്ങൾ അതിങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. അത് പാടില്ല. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഡോൾ ഉണ്ടാകും അല്ലേ, ഈ ചെറിയ പൂച്ചക്കുട്ടിയും പാവക്കുട്ടിയൊക്കെ ഉണ്ടാകും. അത് കുഴപ്പമില്ല, നമ്മുടെ മക്കൾക്ക് കളിക്കുന്നൊരു പാട്ടമായിട്ട് കരുതുകയുള്ളൂ. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു രൂപം ഇങ്ങനെ നമ്മുടെ ഷോക്കേസിലൊക്കെ വെച്ചിട്ടുണ്ടാകും. അത് എടുത്ത് മാറ്റുക. കാരണം അത് പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്, മലക്കുകൾക്ക് അത് വെറുപ്പുമാണ്. അതുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെയോ, നമ്മുടെ വീട്ടിൽ ദുർഗന്ധം ഉണ്ടാകുന്നു. ദുർഗന്ധം ഉണ്ടാകുന്ന വീടാണെങ്കിൽ ആ വീട്ടിൽ പൈശാചികമായ ഉപദ്രവം ഉണ്ടാകും. അതായത് ഈ സ്നഗ്ഗിയൊക്കെ ഇങ്ങനെ കുട്ടികളുടെ ഈ മലമൂത്ര വിസർജന സ്നഗ്ഗിയില്ലേ, അതിങ്ങനെ കൂട്ടി വെക്കുക, അല്ലെങ്കിൽ നജസായ തുണികൾ ഇങ്ങനെ കൂട്ടി വെക്കുക. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ഈ ബാത്റൂമിൻ്റെ വാതിൽ, ഇപ്പോൾ എല്ലാ വീട്ടിലും എന്താണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ്, ആയിക്കോട്ടെ കുഴപ്പമില്ല. പക്ഷെ അറ്റാച്ച്ഡ് ബാത്റൂം ആകുമ്പോൾ തന്നെ ആ ബാത്റൂമിൻ്റെ വാതിൽ ഇങ്ങനെ എപ്പോഴും തുറന്നിടുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ആ ബാത്റൂമിൻ്റെ അത് ഉപയോഗം കഴിഞ്ഞാൽ അത് പൂട്ടിയിടുക, അതാണ് അതിൻ്റെ മര്യാദ. അപ്പോൾ അതുപോലെ തന്നെ ഈ ബാത്റൂമിൽ ഇടുന്ന ചെരുപ്പുണ്ടല്ലോ, അതിൽ ഒരുപാട് നജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിട്ട് പുറത്തേക്ക് വരുന്നൊരു സ്വഭാവം അതും നല്ലതല്ല. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഓരോ റൂമിൽ ഇങ്ങനെ അടിച്ചു കൂട്ടിയിടുക, അത് നല്ലതല്ല. അടിച്ചു വാരി വൃത്തിയാക്കി അതിൻ്റെ വേസ്റ്റൊക്കെ പുറത്തേക്ക് ഇടുക. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പൈശാചികമായ ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉപദ്രവമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരം നമ്മൾ കൃത്യമാക്കുക. പുരുഷന്മാർ പള്ളിയിൽ പോയാണ് നിസ്കരിക്കേണ്ടത് എങ്കിലും നിങ്ങളുടെ തഹജ്ജുദ് നിസ്കാരം, നിങ്ങളുടെ വിത്ർ നിസ്കാരം, സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ അത് വലിയൊരു ബറക്കത്താണ്. പിന്നെ പിണക്കം ഉണ്ടെങ്കിൽ അത് മാറ്റുക. ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ തമ്മിൽ പിണക്കമുണ്ടായാൽ അത് വീട്ടിൽ വലിയ പ്രശ്നമുണ്ടാകും. അത് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വീട്ടിലൊരു സുഗന്ധം ഉണ്ടാക്കുക അല്ലെ, ചന്ദനത്തിന് കത്തിച്ചോ, സ്പ്രേ അടിച്ചോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഊദ് അല്ലെ, ബഹൂർ, അതൊക്കെ പുകച്ചിട്ട്, അത് ചെറിയൊരു മെഷീൻ ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്താൽ ഭയങ്കര സുഗന്ധമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ എന്താണ്, ഹദ്ദാദ് റാത്തീബ് എല്ലാ ദിവസവും ഓതുക, എല്ലാ ദിവസവും ഹദ്ദാദ് ഓതുക. അതുപോലെ ബദ്രീങ്ങളുടെ അസ്മാ ഉൽ ബദർ, ബദ്രീങ്ങളുടെ പേര് പറയുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? പൈശാചികമായ ഉപദ്രവത്തൊട്ടുള്ള കാവൽ കിട്ടും. പിന്നെ വീട്ടിലേക്ക് കടക്കുമ്പോൾ വലതുകാലം കൊണ്ട് കടക്കുക. വീട്ടിലേക്ക് കടന്നാൽ എന്താണ്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അത് 3 വട്ടം പാരായണം ചെയ്യുക. വീട്ടിലുള്ളവരോട് സലാം പറയുക. അതൊക്കെ എന്താണ്, വലിയൊരു ബറക്കത്ത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് എല്ലാവർക്കും അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ എന്തെല്ലാം വിഷമ പ്രയാസങ്ങളുണ്ടോ എല്ലാം അള്ളാഹു താല മാറ്റി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു താല ഐശ്വര്യവും ബറക്കത്തും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.